ഓക്കെ ഗായ്സ്, അപ്പം കഠിന കടോരമി അണ്ടകടാഹം സിനിമയുടെ ഡയറക്ടർ ആയിട്ടുള്ള മുഹഷിൻ ഡയറക്ട് ചെയ്തിട്ടുള്ള വള സിനിമ കണ്ടു കഴിഞ്ഞു. നല്ല സിനിമയാണ്, എനിക്ക് ഇഷ്ടമായിട്ടുണ്ട്. ഈ സിനിമയുടെ ക്ലൈമാക്സിന് തൊട്ട് മുൻപുള്ള കുറച്ച് ഭാഗങ്ങൾ ഇതൊക്കെ മാറ്റി നിർത്തി കഴിഞ്ഞാൽ നല്ലൊരു സിനിമയാണ്, നല്ലൊരു എന്റർടൈൻമെന്റ് മൂവിയാണ്. പ്രത്യേകിച്ചും ഇതിന്റെ ഫസ്റ്റ് ഹാഫ് ഒക്കെ എനിക്ക് നല്ല പോലെ വർക്കായിട്ടുണ്ട്. അതായത് ഇവരെന്താണോ ഉദ്ദേശിക്കുന്നത് അത് അതേ അളവിൽ പ്രേക്ഷകരിലേക്ക് എത്തുമെന്ന് പറയുമല്ലോ, അതേപോലെയാണ് ഫസ്റ്റ് ഹാഫ് ഒക്കെ. ഞാൻ ആദ്യം വിചാരിച്ചു ഇതൊരു മിസ്റ്ററി മൂവി എന്നുള്ളതിനപ്പുറത്തോട്ട് ഒരു സൂപ്പർ നാച്ചുറൽ സംഭവമൊക്കെ പറയുന്ന ഒരു മൂവി ആയിരിക്കുന്നു. പക്ഷെ അത്രത്തോളം പോയില്ല. എന്നാൽ കൂടി മിസ്റ്ററി മൂവി എന്ന് പറയുമ്പോൾ അത് കൃത്യമായിട്ട് അവർ എന്താണോ ഉദ്ദേശിച്ച കാര്യങ്ങൾ അതേ ഒരു മിസ്റ്ററി ഫീൽ പ്രേക്ഷകർക്ക് കൊടുത്തിട്ടുണ്ട്. പിന്നെ സിനിമയുടെ ക്ലൈമാക്സ് ആകുമ്പോഴേക്കും കുറച്ച് കയ്യിൽ നിന്ന് പാളി പോയിട്ടുണ്ട്. എന്നാലും കുഴപ്പമില്ല, എന്റർടൈൻമെന്റ് മൂവി ആയിട്ട് നമുക്ക് പരിഗണിക്കാൻ പറ്റും. ഇതിനകത്ത് ലുക്മാൻ അതുപോലെ തന്നെ ധ്യാൻ ശ്രീനിവാസൻ രണ്ടുപേരും പ്രധാന കഥാപാത്രങ്ങളായിട്ട് വരുന്നുണ്ട്. അപ്പൊ ഒരു ആ വളയുമായിട്ട് ബന്ധപ്പെട്ടുള്ള നിഗൂഢത, അന്വേഷണങ്ങൾ, കാര്യങ്ങളൊക്കെയാണ് കാണിക്കുന്നത്. അപ്പൊ ഇതിനകത്ത് ലുക്മാന്റെ ക്യാരക്ടർ ഒരു പോലീസ് ക്യാരക്ടറാണ്. പുള്ളിക്കാരൻ ആ ക്യാരക്ടറൊക്കെ പിടിച്ച് നൈസായിട്ട് അതങ്ങ് ചെയ്തു പോയിട്ടുണ്ട്. അപ്പൊ പുള്ളിക്കാരൻ സാധാരണക്കാരനായിട്ട് വരുന്ന സമയത്ത് നമ്മൾക്കിടയിലുള്ള ഒരു വ്യക്തിയായിട്ട് മാറും, ഒരു ക്യാരക്ടറായിട്ട് മാറും. അത് സ്വാഭാവികമായിട്ടും പുള്ളിയുടെ എല്ലാ സിനിമകളിലും കാണുന്ന സംഭവമാണ്. സോ അതുപോലെ തന്നെ ഇതിനകത്തും ചെയ്തു വെച്ചു. ധ്യാൻ ശ്രീനിവാസിന്റെ കാര്യമാണ് എടുത്തു പറയേണ്ടത്. പുള്ളിക്കാരൻ ഭയങ്കരമായിട്ട് നൈസായിട്ട് ക്യാരക്ടർ ചെയ്തു. അതായത് ധ്യാൻ ശ്രീനിവാസൻ വളരെ മോശം നായകനാണെന്നുള്ള പേരുണ്ടാക്കിയെടുത്തൊരു വ്യക്തിയാണ്. പുള്ളിക്കാരന്റെ സിനിമകളൊക്കെ അട്ടർ ഫ്ലോപ്പ് സാധനമാണ്. അപ്പൊ അത്രയും ചീത്തപ്പേര് കേൾപ്പിച്ച് പോയൊരു മനുഷ്യ ഇപ്പൊ അടുത്തൊരു ഇന്റർവ്യൂ, കുറച്ച് മാസങ്ങൾക്ക് മുൻപായിട്ടൊരു ഇന്റർവ്യൂ ഒക്കെ വന്നിട്ടുണ്ടായിരുന്നു. പുള്ളിക്കാരനെ അഭിനയൊക്കെ നിർത്തിയിട്ട് പ്രൊഡക്ഷൻ സൈഡിലേക്ക് പോവാന്നൊക്കെ പറഞ്ഞിട്ട്. അപ്പൊ ആ ഒരു പ്രൊഡക്ഷൻ സൈഡിലേക്ക് പോണതിന് മുൻപായിട്ട് പുള്ളിക്കാരൻ ഓൾറെഡി ചെയ്തു വെച്ച കുറച്ച് മൂവീസ് ഉണ്ടെന്നൊക്കെ പറയുന്നുണ്ടായിരുന്നു. അപ്പൊ അതിൽപ്പെട്ട ഒന്നായിരിക്കണം മേ ബി ഇത്. പക്ഷെ ഇതാണെങ്കിലും ശരി, ഇനിയിപ്പോ ഡിറ്റക്റ്റീവ് ഉജ്ജലനാണെങ്കിലും ശരി, പുള്ളിക്കാരൻ ഇപ്പൊ അവസാനമായിട്ട് ഈ പറഞ്ഞ പോലെ ആണെങ്കിൽ അവസാനമായിട്ട് ചെയ്തു വെക്കുന്ന പല സിനിമകളിലും പുള്ളിക്കാരൻ നല്ലപോലെ പെർഫോം ചെയ്തിട്ടുണ്ട്. ഇപ്പൊ ഇതിനകത്തോട്ട് വരുന്ന സമയത്താണെങ്കിലും പുള്ളിക്കാരൻ ആ ക്യാരക്ടർ, പുരുഷോത്തമൻ എന്ന് പറഞ്ഞ ക്യാരക്ടറാണ്, ആ ക്യാരക്ടറൊക്കെ ചെയ്യുന്നു. ഇമോഷണൽ സൈഡൊക്കെ കാണിക്കുന്ന സമയത്താണെങ്കിലും പുള്ളി നല്ല പോലെ ചെയ്തിട്ടുണ്ട്. നമ്മുടെ ധ്യാൻ തന്നെയാണോ ഈ ചെയ്തു വെച്ചേക്കുന്നത് എന്നുള്ളൊരു ചിന്തക്ക് നമുക്ക് പലപ്പോഴും വന്നു പോയിട്ടുണ്ട്. അപ്പോ അങ്ങനെയുള്ള കുറച്ച് മാറ്റങ്ങൾ ധ്യാന്റെ ഭാഗത്തുനിന്ന് വരുന്നുണ്ട്. സീരിയസ്ലി അത് നമ്മൾ അംഗീകരിക്കേണ്ട കാര്യമാണ്, എടുത്തു പറയേണ്ട കാര്യമാണ്. കാരണം പുള്ളിക്കാരൻ അഭിനയിക്കുന്നു, അതാണ് ഏറ്റവും വലിയ പ്രധാനമായിട്ടുള്ള ഒരു പോയിന്റ് എന്ന് പറയുന്നത്. പുള്ളിക്കാരൻ ഒരു ക്യാരക്ടറായിട്ട് മാറുന്നു എന്ന് പറയുന്നത് പോസിറ്റീവ് ആയിട്ടുള്ള ഒരു കാര്യമാണ്. പിന്നെ ഈ സിനിമയുടെ കാസ്റ്റിംഗ് ഡയറക്ടറായിട്ട് വന്നിട്ടുള്ളത് അബു വളയംകുളം, പുള്ളിക്കാരനാണ്. അപ്പൊ ഇതിനകത്ത് എടുത്ത് ഇദ്ദേഹത്തിന്റെ പേര് പറയുന്നത് എന്തിനാന്ന് വെച്ചാല്, ഇതിനകത്ത് എനിക്ക് പലപ്പോഴും പല കാസ്റ്റിംഗ് സംഭവമൊക്കെ കാണുമ്പോൾ പക്കായിട്ട് ഫീൽ ചെയ്യുന്നുണ്ട്. രണ്ട് നായകന്മാർ പ്രധാനമായിട്ടും വരുന്നുണ്ട്, രവീണ രവി അതേപോലെ തന്നെ ശീതൽ ജോസഫ്. ഈ രണ്ടുപേരുമാണ് കഥാപാത്രങ്ങളായിട്ട് വരുന്നത്. അപ്പൊ രവീണ രവി ചെയ്യുന്ന കഥാപാത്രം ധ്യാൻ ശ്രീനിവാസിന്റെ കഥാപാത്രത്തിന്റെ വൈഫായിട്ടാണ്, മറ്റേത് ലുക്മാന്റെ ആ കഥാപാത്രത്തിന്റെ വൈഫായിട്ട്. അപ്പൊ ഇവരുടെ പെർഫോമൻസ് ഭയങ്കര രസമായിട്ട് ഇവർ ചെയ്തു. ഒരു പരുങ്ങലില്ല, ഒരു പ്രശ്നമില്ലാണ്ട് ഭയങ്കര ഭംഗിയായിട്ട് ഇവർ ചെയ്തിട്ടുണ്ട്. ഇപ്പൊ ഈ രവീണ രവി ചെയ്ത ക്യാരക്ടറിനോട് എനിക്ക് കുറച്ച് കൂടുതലൊരു ഇഷ്ടമൊക്കെ ഫീൽ ചെയ്തിട്ടുണ്ട്. കാരണം അത് നെഗറ്റീവ് ഷെയ്ഡുള്ള ക്യാരക്ടറാണ്. അതേപോലെ തന്നെ പുള്ളിക്കാരി നമ്മൾ കണ്ടുവരുന്ന ടിപ്പിക്കൽ ആയിട്ടുള്ള ഒരു അയ്യപ്പാവം പിടിച്ച നായിക സംഭവം ഒന്നുമല്ല. അതിപ്പോ ശീതൽ ചെയ്ത ക്യാരക്ടർ ആണെങ്കിലും അങ്ങനെയല്ല. കുറച്ചൊക്കെ അത്യാവശ്യം വൈദഗ്ധ്യമുള്ള കുറച്ചൊക്കെ കുരുട്ട് ബുദ്ധിക്കുള്ള ക്യാരക്ടേഴ്സ് ആണ് ഇവരൊക്കെ ചെയ്തിട്ടുള്ളത്. പക്ഷെ ആ ചെയ്ത സംഭവം പക്കായിട്ട് ഇവർ ചെയ്തു വെച്ചു. നമുക്കൊരു ബുദ്ധിമുട്ട് ഫീൽ ചെയ്യുന്നില്ല. സാധാരണ ഈ ലോ ബഡ്ജറ്റ് മൂവിയൊക്കെ ആവുന്ന സമയത്ത് അതിനകത്ത് വരുന്ന നായികമാരുടെ പെർഫോമൻസ് ഒക്കെ കാണുന്ന സമയത്ത് നമുക്ക് കുറച്ച് പ്രശ്നം ഫീൽ ചെയ്യേണ്ടതാണ്. പക്ഷെ ഇതിനകത്ത് അങ്ങനെയുള്ള പ്രശ്നങ്ങളൊന്നും ഫീൽ ചെയ്യുന്നില്ല, നല്ലപോലെ ചെയ്തു. പിന്നെ നവാസ് വള്ളിക്കുന്ന ഒരു ക്യാരക്ടർ ചെയ്തിട്ടുണ്ട്. പുള്ളിയുടെ കാര്യം പറയുകയാണെങ്കിലും ഇതേപോലെ തന്നെയാണ്. പുള്ളിക്കാരൻ പല സിനിമകളിലും വളരെ മോശമായിട്ടൊക്കെ പെർഫോം ചെയ്ത് ഞാൻ കണ്ടിട്ടുണ്ട്, കുറച്ച് ഓവർ ആക്കാറുണ്ട്. പക്ഷെ ഇതിനകത്തോട്ട് വരുന്ന സമയത്ത് നവാസ് വള്ളിക്കുന്ന്, ധ്യാൻ ശ്രീനിവാസൻ, രവീണ രവി, ശീതൽ ജോസഫ് എല്ലാവരും ഡീസന്റ് ആയിട്ട് പെർഫോം ചെയ്തു. ഒരു പ്രശ്നമില്ലാണ്ട് നൈസായിട്ട് അതേപോലെ അങ്ങനെ അങ്ങ് വൃത്തിക്ക് കൊണ്ടുപോയിട്ടുണ്ട്. പിന്നെ വിജയരാഘവൻ വരുന്നു, ശാന്തി കൃഷ്ണ വരുന്നു, എല്ലാവരും നല്ല പോലെ ചെയ്തു പോയിട്ടുണ്ട്. ക്ലൈമാക്സ് ആണ് കാര്യമായിട്ടൊരു പിഴവ് പറ്റിയതായിട്ട് തോന്നിയിട്ടുള്ളത്. പിന്നെ അബൂ സലീം എടുത്തു പറയേണ്ട കാര്യമാണ്. പുള്ളിക്കാരൻ ഒരു ആക്ഷൻ സംഭവമൊക്കെ ചെയ്യുന്നുണ്ട്, എനിക്ക് ഭയങ്കര ഇഷ്ടപ്പെട്ടു. തിയേറ്റർ മൊത്തം കയ്യടിയായിരുന്നു പുള്ളിക്കാരനെ ആ ഒരു ഗെറ്റപ്പിലൊക്കെ കണ്ടപ്പം. അപ്പൊ കുറച്ചു കാലങ്ങളായിട്ട് പുള്ളിക്കാരൻ കോമഡി ട്രാക്കൊക്കെ പിടിച്ച് പോകുമ്പോൾ അതിന്റെ ഇടയിൽ ഇതേപോലെയൊക്കെ കാണുന്ന സമയത്ത് നമുക്കും ഒരു രോമാഞ്ചം വരുന്ന ഒരു അവസ്ഥയാണ്. നമ്മുടെ പണ്ടത്തെ അബൂ സലീമിനൊക്കെ എവിടെയൊക്കെയോ കാണാൻ പറ്റുന്നു എന്ന് പറയുന്ന സംഭവമല്ലേ. അപ്പൊ അവരൊക്കെ നൈസായിട്ട് ക്യാരക്ടറൊക്കെ ചെയ്ത് പോയിട്ടുണ്ട്. സോ മൊത്തത്തിൽ നോക്കുന്ന സമയത്ത് പോലും സീരിയസ്ലി ഇത് നല്ലൊരു മൂവിയാണ്, എന്റർടൈൻമെന്റ് മൂവി ആയിട്ട് കാണാൻ പറ്റിയ സംഭവമാണ്. പിന്നെ ഇതിനകത്ത് എടുത്തു പറയേണ്ട ഒന്ന് രണ്ട് സംഭവങ്ങളുണ്ട്.
ഇതിനകത്ത് നമ്മുടെ നായികയായിട്ടുള്ള ശീതൾ ജോസഫ് പുള്ളിക്കാരി ചെയ്യുന്ന ഒരു കഥാപാത്രം, ആ കഥാപാത്രം ഒളിച്ചോടി വരുന്ന സമയത്ത് വീട്ടിൽ നിന്ന് സ്വർണ്ണമാണെന്ന് വിചാരിച്ചൊരു പെട്ടി എടുത്ത് കൊണ്ടുവരുന്നു. പക്ഷെ അത് സ്വർണ്ണമല്ല എന്നറിയുന്ന സമയത്ത് പുള്ളിക്കാരി കരയുമ്പോൾ പുള്ളിക്കാരി പറയുന്നുണ്ട്, ഞാൻ ഒന്നുമില്ലാണ്ട് കയറി വന്നവളാന്ന് നാളെ നിങ്ങളൊക്കെ പറയില്ലേ എന്ന്. അപ്പൊ ഇത് തമാശ ആയിട്ടാണോ സീരിയസ് ആയിട്ടാണോ എന്ന് എനിക്ക് മനസ്സിലായിട്ടില്ല. എന്തായാലും ഒളിച്ചോടി പോരുമ്പം ഈ കുത്തുവാക്ക് കേൾക്കാതിരിക്കാൻ വേണ്ടി വീട്ടിൽ നിന്ന് സ്വർണ്ണം അടിച്ചു മാറ്റി പോരുന്നു എന്നൊക്കെ പറയുന്ന സംഭവം കോമഡി ആയിട്ടാണോ തമാശ ആയിട്ടാണോ ഉൾപ്പെടുത്തിയെന്ന് എനിക്ക് മനസ്സിലായിട്ടില്ല. ഏതായാലും എനിക്കത് കണ്ട സമയത്ത് എനിക്ക് ചിരിയാണ് വന്നിട്ടുള്ളത്. ഒരു ലോജിക്കില്ലാത്തൊരു കാര്യമായിട്ട് ഫീൽ ചെയ്തു. ആ ഒരു ദുഃഖം പുള്ളിക്കാരി പറയുന്ന സമയത്തൊക്കെ ഒരു ലോജിക്കില്ലാത്ത സംഭവമല്ലേ. ഒരാളുടെ കൂടെ ഒളിച്ചോടാൻ വേണ്ടിയിട്ട് ഇറങ്ങിത്തിരിക്കുന്ന സമയത്ത് വീട്ടിൽ നിന്ന് സ്വർണ്ണം അടിച്ചു മാറ്റിയിട്ട് ഈ പറഞ്ഞ പോലെ കുത്തുവാക്ക് കേൾക്കാതിരിക്കാൻ വേണ്ടിയിട്ടാണ് സ്വർണം കൊണ്ട് വന്നതെന്നൊക്കെ പറയുന്നത് എന്ത് ലോജിക്കാന്ന് എനിക്ക് മനസ്സിലായിട്ടില്ല. പിന്നെ എടുത്തു പറയേണ്ട സംഭവമാണ് ഇതിന്റെ ആർട്ട് വർക്ക് എന്ന് പറയുന്നത്. അർഷദ് തക്കോത്താണ് ഇതിന്റെ ആർട്ട് വർക്ക് ചെയ്തിട്ടുള്ളത്. പുള്ളിക്കാരന്റെ ഈ വർക്കിനകത്തുള്ള ഒരു പ്രശ്നം എന്താണെന്ന് അറിയോ? പുള്ളിക്കാരൻ ഇതിനകത്ത് ഒരു സീൻ വരുന്നുണ്ട്. ഒരു വീട്, ആ വീട് കത്തി നശിച്ചു പഴകിപ്പോയി, അപ്പം ഒരുപാട് മറ്റേ ഈ കാട് പിടിച്ച് കിടക്കുന്നു എന്ന് പറഞ്ഞിട്ട് സംഭവമുണ്ട്. അതിനകത്ത് പുള്ളിക്കാരൻ എന്താ ചെയ്തു വെച്ച് എനിക്ക് മനസ്സിലായിട്ടില്ല. അതായത് ഒരു വീട്, ആ വീട് മുഴുവൻ കുറെ പൂപ്പല്, ഭയങ്കര ഭംഗിയിൽ കുറെ പൂപ്പല് പിടിച്ചു കിടക്കുന്ന വീടായിട്ട് ഇങ്ങനെ വരച്ച് വെച്ച പോലെ ഒരു വീട് കൊണ്ടുപോയി വെച്ചേക്കുന്നു. പിന്നെ പഴയ വീടാന്ന് കാണിക്കാൻ വേണ്ടി കുറച്ച് ഓലകളൊക്കെ അവിടെ ഇവിടെയൊക്കെ ചാരി വെച്ചേക്കുന്നു. അത് ഭയങ്കര ആർട്ടിഫിഷ്യൽ ആയിട്ട് ചെയ്തു വെച്ച അതേ ഫീലാണ് വന്നിട്ടുള്ളത്. അപ്പൊ ഇത്രയും വൃത്തികേടായിട്ട് ഇതേപോലൊക്കെ ആർട്ട് വർക്ക് ചെയ്തു വെച്ച് കാണുമ്പോൾ നമുക്ക് കാണുന്നവർക്ക് കുറച്ച് കോമഡി ആയിട്ട് അത് ഫീൽ ചെയ്യും. അപ്പൊ പുള്ളിയുടെ ആ ഒരു സൈഡൊക്കെ കുറച്ച് പ്രശ്നമായിട്ട് എനിക്ക് ഫീൽ ചെയ്തിട്ടുണ്ടായിരുന്നു. പിന്നെ ടെക്നിക്കൽ സൈഡിലേക്ക് വരികയാണെങ്കിൽ അഫ്നാസ് വി ആണ് ഇതിന്റെ DOP ആയിട്ട് വർക്ക് ചെയ്തിട്ടുള്ളത്. കുഴപ്പമില്ലാണ്ട് പുള്ളിക്കാരൻ ആ ഒരു ഭാഗം ചെയ്തിട്ടുണ്ട്. ടെക്നിക്കലി നോക്കുകയാണെങ്കിൽ ഒരുവിധം എല്ലാവരും നല്ലപോലെ വർക്ക് ചെയ്തിട്ടുണ്ട്. അഭിനയമാണെങ്കിലും അതേപോലെ തന്നെയാണ്. സോ മൊത്തം സിനിമ എടുത്ത് നോക്കുകയാണെങ്കിൽ പോലും കുഴപ്പമില്ലാണ്ട് കണ്ടിരിക്കാൻ പറ്റുന്ന പോലെ നല്ലൊരു എന്റർടൈൻമെന്റ് മൂവി ആയിട്ടാണ് ഇത് ചെയ്ത് വെച്ചിരിക്കുന്നത്.